भूतगणादिसेवितं कपित्थ जम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम्। മനവും മധുവും
ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസാദ്, ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യയായ ശ്രീ സതീശൻ തേഞ്ഞിപ്പാലം, അതുപോലെ തന്നെ പുറത്തൂർ പഞ്ചായത്തിലെ വിവിധ ബാലഗോകുലത്തിൻ്റെ കീഴിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശോഭയാത്രകൾ, അതിലെത്തിച്ചേർന്നുള്ള ആളുകളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇത്തരത്തിലെ ഒരു ശോഭയാത്ര, ഈ അഷ്ടമി രോഹിണി നാളിൽ ഇങ്ങനെ ഒരു ശോഭയാത്രയുടെ സമാപന സമ്മേളനം നമ്മുടെ കഴൂരിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് ഇങ്ങനെയൊരു ഇത്രയും ഭക്തി നിർഭരവും മനോഹരമായ ഈ സായം സന്ധ്യയ്ക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ കഴൂർ പ്രദേശത്തിന് ഇങ്ങനെ ആക്കി തീർത്ത ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമായി ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കിവിടെ അധ്യക്ഷസ്ഥാനം നൽകി ഇവിടെ സംസാരിക്കുന്നതിനായി എനിക്ക് വേദിയൊരുക്കി തന്നെ എൻ്റെ നന്ദിയും കൂടി അറിയിക്കുകയാണ്. ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല. അതിനിവിടെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യ പ്രഭാഷകൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ അഷ്ടമി രോഹിണി നാളിൽ ഇത്തരത്തിലുള്ള നല്ല സാംസ്കാരികവും സാമൂഹികമായ ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ യുവാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ലൊരു മനസ്സ്, അതുപോലെ അത് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി ഒരു മാതൃകയാണ്. അതിന് കുട്ടികളെ കൂടി നമ്മൾ പ്രചോദനം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ സമൂഹ നന്മയ്ക്കും സാംസ്കാരിക രംഗത്ത് നല്ല രീതിയിലുള്ള കാഴ്ചവെക്കുന്നതിന് വേണ്ടി, നല്ല പ്രവർത്തികൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയും നമ്മുടെ സമയവും സമ്പത്തും വിനിയോഗിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ഈ സമയത്തിന്റെ വില നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മുഖ്യ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി. എന്നാലും എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ നാട്ടുകാരായ സഹോദരിമാരോട് പറയാനുള്ളത് ചില 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ തലമുറ ഉള്ള കുട്ടികൾക്ക് നമ്മുടെ പുരാണികമായ യാതൊരു കാര്യങ്ങളെക്കുറിച്ചും യാതൊരു അറിവുമില്ല. നമ്മുടെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മളാരും കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ മുൻ തലമുറക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ മതഗ്രന്ഥങ്ങൾ എന്താണ്, അതിലെന്താണ് എഴുതിയിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നൊന്നും നമുക്ക് പോലും അറിയില്ല. കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അതുപോലെ ഇനിയുള്ള തലമുറകൾ കൂടി അങ്ങനെയാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും, ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് നിഷിദ്ധമല്ല ഈ ഗ്രന്ഥങ്ങളൊന്നും തന്നെ. അങ്ങനെ ഒരു മിഥ്യാധാരണയാണ് കുറെ കാലങ്ങളായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കുട്ടിക്കും ഈ മതഗ്രന്ഥങ്ങൾ, ഹൈന്ദവ മത വിശ്വാസിയായ ഏതൊരു കുട്ടിക്കും നമ്മുടെ എല്ലാ പുണ്യപുരാണ ഗ്രന്ഥങ്ങളും വായിക്കാനും പഠിക്കാനുമുള്ള സന്ദർഭങ്ങൾ നാം ഓരോരുത്തരും ഒരുക്കേണ്ടതാണ്. അത് നമ്മൾ അമ്മമാർ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അമ്മമാരാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്. സന്ധ്യാസമയങ്ങളിൽ എല്ലാ അമ്മമാരും ഇപ്പോൾ ടിവിയുടെ മുമ്പിലായിരിക്കും. ഇന്നൊരു ദിവസം നമ്മൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഭക്തി നിർഭരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ആ പുണ്യ ഗ്രന്ഥങ്ങൾ, അതായത് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാള പരിഭാഷയുണ്ട്. ആ രീതിയിൽ ഏത് മലയാള ഭാഷ അറിയാവുന്ന കുട്ടികൾക്കും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന് അമ്മമാർ കൂടി മെനക്കെട്ട് അവരും കൂടി അത് പഠിക്കാൻ തയ്യാറായി കുട്ടികളെ കൊണ്ട് ആ ഗ്രന്ഥങ്ങളെല്ലാം വായിപ്പിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ട പ്രതിസന്ധി ഘട്ടങ്ങൾ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പാർത്ഥൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ആ ധൈര്യം. സഹോദരന്മാരോട് വധിക്കുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ആ ധൈര്യം, അത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടതാണ്. നമുക്ക് വല്ല പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ശക്തി എത്താൻ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കുട്ടികൾ വായിച്ച് ഇപ്പോൾ തന്നെ നമ്മൾ അത് മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് കഴിയാത്തത് വരും തലമുറയ്ക്കെങ്കിലും കഴിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കും ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഞാനിതുവരെ ആ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാനോ മെനക്കെട്ടിരുന്നില്ല. പക്ഷേ കുറച്ചു കാലങ്ങളായി രാമായണം, 3 വർഷക്കാലമായി ഞാൻ രാമായണം
കർക്കിടക മാസത്തിൽ വായിക്കാൻ തുടങ്ങുന്നത്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് അറിയുന്നത് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിരുന്ന പല കാര്യങ്ങളും അതിൽ ഉള്ളതല്ല, ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നു. അതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഒരുപാട് പണം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് നാം ഗുരുവായൂരും കാടാമ്പുഴ ഇവിടെയൊക്കെ തീർത്ഥാടനത്തിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി ആ ഒരു ഗ്രന്ഥം, നമ്മുടെ ഈ ഗ്രന്ഥങ്ങൾ നമ്മുടെ പൂജാമുറിയിൽ ഇനി ഇരിക്കട്ടെ, നമ്മുടെ കുട്ടികൾ അത് ഹൃദ്യസ്ഥമാക്കട്ടെ. സന്ധ്യാസമയങ്ങളിൽ 6 മണി മുതൽ 8 മണി വരെയുള്ള ആ സമയത്ത് TV ഓഫാക്കി എല്ലാ അമ്മമാരും കുറച്ച് സമയം കുട്ടികളോടൊത്ത് അവർക്ക് വേണ്ടി നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അതിന് ഒരുങ്ങിയണം എന്നാണ് എനിക്ക് ഈ സമയത്തിനും കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇനി കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാനും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും കഴിഞ്ഞാൽ അതിലേറെ സന്തോഷമുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നമസ്കാരം പറയുകയും അതുപോലെ തന്നെ ഈ ഇങ്ങനെ സംഘടിപ്പിച്ച ഈ ചടങ്ങിനെ ഒരിക്കൽ കൂടി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ സതീശൻ തേഞ്ഞിപ്പാലത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ധർമ്മം ജയിക്കട്ടെ. ബഹുമാന്യ അധ്യക്ഷ